വളരെ ടേസ്റ്റി ആയിട്ടുള്ള വാഴക്കാ പുഴുക്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഇതിൽ കപ്പ ചേർക്കാത്തത് കൊണ്ട് ഗ്യാസ് പ്രോബ്ലം ഒന്നും വരില്ല. വളരെ ടേസ്റ്റിയാണ്. നമുക്കിത് തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഇതിനായിട്ട് 1/2 കിലോ മത്തി ഞാൻ എടുത്തിട്ടുണ്ട്. കേകി വൃത്തിയാക്കിയിട്ടുള്ള മത്തിയിലേക്ക് മുങ്ങാൻ പാകത്തിന് വെള്ളം ഒഴിച്ചുകൊണ്ട് നമുക്കിത് വേവിക്കാൻ വെക്കാം. കുറച്ച് നേരം മാത്രം മതി. ഏകദേശം ഒരു 5-10 മിനിറ്റിനുള്ളിൽ ഇത് വെന്ത് കിട്ടും. പിന്നെ അത്യാവശ്യം വലുപ്പത്തിലുള്ള 4 വാഴക്ക എടുത്തിട്ടുണ്ട്. ചെറുതായി മുറിച്ചിട്ടതാണ്. കുക്കറിലിട്ട് കൊടുക്കാം. ഇതിലേക്ക് മുങ്ങാൻ പാകത്തിലുള്ള വെള്ളം ഒഴിക്കണം. അത്യാവശ്യം വെള്ളം ഒഴിക്കണം, മുങ്ങുന്ന രീതിയിൽ. പിന്നെ ഇതിലേക്ക് 1/4 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 3 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ 1 ടീസ്പൂൺ മീറ്റ് മസാല കൂടി ചേർത്ത് നന്നായി ഇളക്കി കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർക്കണം. പിന്നെ കുറച്ച് കുരുമുളക് കൂടി ചേർത്ത് കുക്കറിൽ 4 വിസിൽ വരെ വേവിച്ചെടുക്കാം. ഇനി ഇതിലേക്കുള്ള അരപ്പ് തയ്യാറാക്കാം. 1/2 മുറി തേങ്ങയിലേക്ക് 4 വെളുത്തുള്ളി, 2 ചെറിയുള്ളി, ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് 1 ഏലക്ക, പിന്നെ കുറച്ച് വലിയ ജീരകം, പിന്നെ 3 വലിയ പച്ചമുളക് കൂടി ചേർത്ത് നന്നായി അരച്ചെടുക്കാം. കുറച്ച് വെള്ളം ചേർത്ത് മാത്രം അരച്ചെടുത്താൽ മതി. നേരത്തെ വേവിക്കാൻ വെച്ചിട്ടുള്ള മത്തിയുടെ റെഡി ആയിട്ടുണ്ട്. മുള്ള് ഒഴിവാക്കിയിട്ട് നമുക്ക് ഇറച്ചി മാത്രം വേറിട്ട് എടുക്കാം. എല്ലാം ഇതുപോലെ റെഡിയാക്കി വെക്കാം. മത്തിയുടെ മുള്ള് ഒഴിവാക്കുന്നത് കൊണ്ട് കുട്ടികൾക്കൊക്കെ കൊടുക്കാം. വളരെ ടേസ്റ്റിയും ഹെൽത്തിയുമാണ്. എന്നിട്ട് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിട്ടുള്ള വാഴക്കയിലേക്ക് നമുക്ക് ഈ മത്തി ചേർത്ത് കൊടുക്കാം. പിന്നെ അരച്ചു മാറ്റി വെച്ചിട്ടുള്ള അരപ്പ് കൂടി ചേർത്ത് അല്പം കറിവേപ്പില കൂടി, നാടൻ കറിവേപ്പില കൂടി ചേർത്ത് കൊണ്ട് നന്നായി മിക്സ് ചെയ്തെടുക്കാം. വാഴക്കാ പുഴുക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ജസ്റ്റ് ഒരു 5 മിനിറ്റ് നമുക്കിത് തിളപ്പിച്ചെടുക്കാം, തേങ്ങ ഇട്ടത് കൊണ്ട് മാത്രം. എന്നിട്ട് നമുക്കിതൊരു വാഴൻ്റെ ഇലയിൽ സേവ് ചെയ്യുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. വളരെ ടേസ്റ്റിയും ഹെൽത്തിയുമായിട്ടുള്ളതാണ്. എല്ലാവരും ട്രൈ ചെയ്ത് ഫീഡ്ബാക്ക് അറിയിക്കണേ. ചാനൽ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണേ.